വീഡിയോ ആയിട്ടാണ് വന്നിരിക്കണ മത്തന്റെ കറി ഉണ്ടാക്കാൻ പോണ ആ വീഡിയോ നിന്ന് വീഡിയോക്ക് പോവാം. ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാല ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. കുക്കറിൽ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളം എടുത്തിട്ടില്ല, കുറച്ച് മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻസ് ആണ്. മുളക് ഇട്ട് കൊടുക്കാം. ഇനി ഉപ്പിടാം. ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് കുക്കറിൽ വേവിക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ മിക്സ് ചെയ്ത് ഇനി കുക്കറിൽ വെക്കാം. വെച്ചിട്ടുണ്ട്. കുക്കറിൽ ഇനി വേവിച്ചെടുക്കാം. ഇനി വേവിച്ചെടുക്കാം. വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ചിട്ടുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. അടച്ചു വെച്ചിട്ടുണ്ട്. വെന്തോണ്ടിരിക്കുകയാണ്. ഒരു 20 മിനിറ്റ് ആകുമ്പോൾ നോക്കാം. എണ്ണ ഒഴിച്ചെടുത്ത് ഇനി കടുക് ഇടാം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടിട്ടുണ്ട്. ഇനി കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇടിച്ച് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ചതാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. വെള്ളം ഇനി ചെറിയ ഉള്ളി എല്ലാം മിക്സ് ചെയ്തെടുക്കാം. വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പ്ലസ് ചെറിയ ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി സവോള ഇട്ട് കൊടുക്കാം. നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി മട്ടനിലോട്ട് പോവാം. മട്ടൻ ഇതാ വെന്ത് നല്ല വേഗോട് കൂടി വെന്ത് കിട്ടിയിട്ടുണ്ട്. മട്ടൻ്റെ മസാലയാണ് തയ്യാറാക്കണം. ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ മട്ടനിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നല്ലോണം വഴറ്റിയെടുക്കണം. മട്ടൻ ഒരു അരമണിക്കൂറൊക്കെ ഞാൻ നല്ല വേവായതുകൊണ്ട് അരമണിക്കൂറൊക്കെ കഴിച്ചിട്ടുണ്ട്. നല്ല വഴറ്റിയിടണം. തീര മീഡിയം ഫ്ലെയിമിലാണ്. പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കും. കുറച്ച് നേരത്തെ ഇടാവുന്നതാണ്. വഴറ്റിയതിന് ശേഷം ഇടാൻ പറ്റും. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. പച്ചമുളക് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുന്നതാണ് കാര്യം. അപ്പോൾ പിന്നെ 10-15 മിനിറ്റ് തന്നെ വഴറ്റി കിട്ടും. പച്ചമുളകിൻ്റെ പച്ച മാറുന്നത് വഴറ്റി നല്ല ബ്രൗണിഷ് കളറിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മീഡിയം എല്ലാം കുറച്ച് വെച്ചിരിക്കുന്നതാണ്. മല്ലിപ്പൊടി, മസാലപ്പൊടി ഇട്ട് മട്ടൻ്റെ അരപ്പിന് വേണ്ടിയാണ് കുറവാണ്. അവസാനം ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം. അടുത്ത് കുരുമുളക് പൊടി ഇടാം. നല്ല ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് മട്ടൻ്റെ മസാല തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടൻ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഡാർക്ക് കളറാണ്. കുരുമുളകിനാണ് നിങ്ങൾ പെപ്പർ മട്ടൻ മസാലയാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇതാ എല്ലാം ഇത് ആഡ് ചെയ്ത് മട്ടൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് മസാല എല്ലാം ഇതാ പൊടികളുടെ പച്ചമുളകാണ് എല്ലാം വഴറ്റി എടുക്കണം. ഉള്ളിയിൽ പൊടികൾ ഉള്ളിയിൽ മിക്സ് ആവാനില്ല. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി മട്ടൻ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ കിട്ടുന്നുണ്ട്.
ഞങ്ങൾ കൂടുതലും പെപ്പറിനാണ് കൂടുതൽ ഇട്ടത്. കാരണം പെപ്പർ ഇട്ടാൻ മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കറിയൊക്കെയാണ് വെച്ചെങ്കിൽ അത് കുറുവി ഇറങ്ങിയാണ് ഞാൻ വെള്ളം വെച്ചിട്ടില്ല. അപ്പോൾ കുറുവി ഇറങ്ങിയാണ് എല്ലാം നല്ല വഴറ്റി മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിട്ട് വേവിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വറ്റിച്ചെടുക്കാം. ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വറ്റി വരണം. മസാല ഉള്ളി എല്ലാം ഇതിൽ പിടിച്ച് വരണം. അപ്പോൾ കറിയായിട്ട് കിടങ്ങാൻ ഇത് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. നമുക്കില്ലാത്തതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. എങ്ങനെയാണല്ലോ വറ്റി കറച്ചിന് വേവിൽ വന്നിട്ടുണ്ട്. അപ്പം ഗൈസ് ഇതാ ഫൈനസ്റ്റ് ഇങ്ങനെയാണ് ഞാൻ ഇല്ലാത്തതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോർമലി വെള്ളമൊക്കെ ഇത്ര ആയതുകൊണ്ട് ഉപ്പ് കുറവാണ്. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ കറി കുറച്ച് കൂടുതലുണ്ട്, അത് കുറച്ച് വഴറ്റിയെടുക്കണം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ് പെപ്പർ ചിക്കൻ മസാല. പെപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഈ ചാനലിൽ പെപ്പർ റെസിപ്പി ആഡ് ചെയ്യണം. അപ്പം നല്ല പെട്ടെന്ന് ടേസ്റ്റോട് ഉണ്ടാക്കാൻ പറ്റിയൊരു മട്ടൻ റെസിപ്പിയാണ്. പെപ്പറാണ് കൂടുതൽ ആഡ് ചെയ്താൽ. പിന്നെ അതുകൂടാതെ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ പെപ്പർ ഇവയാണ് ആഡ് ചെയ്യുന്നത്. ഗരം മസാലപ്പൊടി. ഇതാണ് ഗൈസ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. കറിയുണ്ട്, കറക്റ്റ് ആ പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതാ സ്റ്റൗവാണ് സൂക്ഷിക്കുന്നത്. ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് വെച്ചാൽ കറിയുണ്ട്. കുറുവി കറക്റ്റ് പരുവത്തിനുള്ള വന്നിട്ടുണ്ട്. ആ മട്ട കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട്. കൊള്ളാം, നല്ല രുചിയുണ്ട്, നല്ല സോഫ്റ്റ്, നല്ല വ്യാവ് കിട്ടിയിട്ടുണ്ട്. കുഴമ്പ് രീതിയാവും. മട്ടൺ എടുത്ത് കുറച്ച് കീരത്തോളം എടുത്ത് ഞവടിട്ട് നല്ല രുചിയുണ്ട്. അടിപൊളി, ഇഷ്ടപ്പെട്ടു. ചെയ്ത കൊള്ളാം. അപ്പൊ കൂടുതലൊക്കെ ഉണ്ട്, വേണ്ടാത്തൊന്നും എടുക്കണ്ട. തോന്നണല്ലേ. ബ്രഷ് വേണ്ട, പേസ്റ്റ് എടുക്കണം. ഇതിയ പേസ്റ്റ് എടു. വലിയ ബ്രഷാണോ നീ എടുക്കണം? അതാ ചെറിയ പേസ്റ്റ് എടുത്താൽ മതി. നമ്മൾ ബ്രഷ് നോക്കാൻ പോകണം. ബ്രഷ് എടുക്കാം. ഇതാ സീപ്പർ. ഇത് വലിയ വിലയാണ്. നോക്കട്ടെ, വലിയ ആ ഇതെടുത്തെന്ന് പറഞ്ഞു. ഇതിലേത് വേണം? ഒരുപാടുണ്ട്, നോക്കി നോക്കുക. ഏത് വേണം? എനിക്ക് വേണ്ട, രണ്ടും ഒന്നല്ല. അത് വലിയ വിലയാണ്. പതിയെ സ്ഥലത്തെത്തി. എവിടെ വേണ്ടാത്ത കുട്ടി. ഇതാ ഒട്ടിപ്പ്. ഒട്ടിപ്പെടുത്താ. ഇതാ ഫ്രണ്ട്സിന് കൊടുക്കാനൊന്നാ. ഏത് സ്റ്റിക്കറാ? ഓ അതിനാവട്ട് നമുക്ക് എല്ലാം ഉണ്ട്. ബർത്ത് ഇതെന്തോന്ന്? അശ്ശി, അതല്ല, നല്ലതുണ്ടേ, നല്ലതുണ്ട്. അശ്ശി ബൊമ്മയും ഇല്ല. എല്ലാം കുഞ്ഞു ബൊമ്മകളില്ല, എല്ലാം വലിയ ബൊമ്മകൾ. കണ്ടോ? ബൊമ്മ ഇല്ല. ഇത്രയും വലുതാണ്, ചെറുതൊന്നുമില്ല. ഉണ്ടാ? തിരിച്ചു വന്ന് എന്റെ ഫ്രണ്ടിന് ഒട്ടിപ്പ് വാങ്ങി, പിന്നെ കേയാണ് വാങ്ങി, പിന്നെ എന്തോന്ന് വാങ്ങി, കളപ്പാട്ടം വാങ്ങി.
നല്ലോണം വാങ്ങി. ഇത്രയും സാധനം വാങ്ങി നിങ്ങളും വാങ്ങിച്ചു നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ